ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സ്റ്റിക്കേഴ്സൊക്കെ വരച്ചെടുക്കാൻ മടിയുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം. സ്റ്റിക്കേഴ്സൊക്കെ എളുപ്പത്തിൽ ട്രേസ് ചെയ്ത് വരയ്ക്കാം. പിന്നെ ഈ ഒരു ആപ്പിനെ കുറിച്ച് മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ. അപ്പം നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോവാം. പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം. ഇനി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. പിന്നെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. നമുക്ക് ആവശ്യമായ സൈസിൽ ഫോട്ടോ വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്ക്രീനിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ലോക്ക് ബട്ടൺ കാണും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ പിക്ചർ ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഇനി അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പിക്ചർ അൺലോക്കായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിനെ കുറിച്ച് പറയാനായിട്ട്. എന്നാൽ പിന്നെ നമുക്ക് വരയ്ക്കാം അല്ലേ. സെലക്ട് ചെയ്ത പിക്ചർ ലോക്ക് ചെയ്ത് വെച്ച ശേഷം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഫോണിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ട്രേസ് ചെയ്ത് വരച്ചെടുക്കുക. ട്രേസ് ചെയ്യുന്ന ആ ഒരു പേപ്പർ തെന്നിപ്പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ട്രേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ, നമ്മുടെ പിക്ചേഴ്സിന് ഔട്ട്ലൈൻ കൊടുക്കണം. അതിനായിട്ട് ബ്രൗൺ കളർ സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നീറ്റായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. പിന്നെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ബണ്ണി സ്റ്റിക്കേഴ്സാണ് നമ്മൾ കൂടുതലായിട്ടും വരച്ചിട്ടുള്ളത്. ഇതാവുമ്പം നമുക്ക് ഒത്തിരി കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഔട്ട്ലൈൻ കൊടുക്കുക, അതിനുശേഷം സ്കെച്ച് പെന്നോ ക്രയോൺസോ കളർ പെൻസിലോ യൂസ് ചെയ്തിട്ട് ആവശ്യമായ ഭാഗങ്ങളിൽ മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പേര് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതൊക്കെ കൂടാതെ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ക്രയോൺസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പിക്ചേഴ്സൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു പിക്ചറിൽ നിന്ന് കുറച്ച് അകലം വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ. സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് നെയിം സ്ലിപ്പിൻ്റെയൊക്കെ പിറകുവശത്ത് വരുന്ന ആ ഒരു പേപ്പറില്ലേ, അതാണ്. ഇതുപോലെയുള്ള പേപ്പേഴ്സൊന്നും കയ്യിലില്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്താലും മതി. പിന്നെ വീതിയില്ല സെല്ലോ ടേപ്പ് എടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും പീസ് എടുക്കുക. നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് പിക്ചർ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും നമ്മളൊരു സെല്ലോ ടാപ്പോട് ഒട്ടിച്ചു കൊടുക്കുക. ബബിൾസ് ഒന്നും കയറാത്ത രീതിയിൽ നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. പലതരത്തിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുകയും ചെയ്യും. കാരണം നമ്മുടെ സ്റ്റിക്കേഴ്സിന് പിറകിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ആണല്ലോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി അകലം വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കണ്ടേ. സ്റ്റിക്കറിന് പിറകിലായിട്ടുള്ള ഈ ഒരു പേപ്പർ നമുക്ക് മെല്ലെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എവിടെയാണ് ഒട്ടിക്കേണ്ടത് വെച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.